ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നന്ദി പറയാം. പിന്നെ രാവിലെ കണ്ടതുപോലെ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശ ഇവിടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടിയില്ലാത്തതും ഉള്ളതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തി ഞാനൊന്ന് അരച്ചെടുത്തായിരുന്നു. അപ്പം ചായ ഇപ്പം തിളച്ച് വെളിയിൽ പോയതിനായിരുന്നു, ശ്രദ്ധിച്ചില്ല. തീ ഒന്ന് കൂട്ടിയിട്ട് ഞാൻ ഈ ചട്നി ഇടാൻ അങ്ങോട്ട് പോയ നേരം കൊണ്ടത് പിന്നെ പെട്ടെന്ന് അങ്ങ് നിർത്തി. അപ്പം ചട്നിയൊക്കെ ഒന്ന് ഇനി ഇച്ചിരി മുളക് കുറച്ചായിട്ടത്, അതുകൊണ്ട് കളർ കഴിഞ്ഞ ദിവസം ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ഒരുത്ത ഇവിടെ പരാതിയും കൊണ്ട് വന്നതാണ്, പോളിൻ്റെ പരാതിയും കൊണ്ട്. അപ്പോൾ ഞാൻ ജേക്കിന് വാങ്ങിച്ച നാട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ച ഡ്രസ്സാണ്. അത് ഇവനൊന്ന് ഇട്ട് നോക്കണം, ഇവന് വരുക. പിന്നെ എന്നാൽ അവനെടുക്കട്ടെന്ന് വെച്ച് ഈ സ്ലീവ്ലെസ് ഡ്രസ്സ് ഈ പിള്ളേരിടുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോൾ ഈ പ്രായമൊക്കെ ഉള്ളപ്പം അവന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവനതിടാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇവനിതിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെയുള്ള ഡ്രസ്സ് പിള്ളേരിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തായിരുന്നു, ഞാൻ കുടിച്ചില്ലായിരുന്നു. അപ്പം കൈ ഇച്ചിരി ഒന്ന് ഒഴിഞ്ഞുണ്ടേ പിന്നെ ഞാനും എനിക്ക് കുടിക്കാനായിട്ട് ചായ ഒന്ന് എടുക്കട്ടെ. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും കൊടുത്തു. അപ്പം ഞാനും കഴിച്ചു. പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് കിച്ചണെല്ലാം ആലാകോലമായിട്ട് കിടക്കും. രാവിലത്തെ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്കിന് ഈ എല്ലാവരും പോകുന്നതും അങ്ങനെയുള്ള പല ഓരോരുത്തർ ടിഫിൻ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ നല്ല കിച്ചണെല്ലാം വാരി വലിച്ചായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി അടുത്ത പരിപാടി കഴിക്കട്ടെ, ഞാൻ എന്തോ അന്നേരം പോയി. പ്രേസൻ ഇന്ന് ടിഫിന് കൊടുത്തു വിടുന്നത് എഗ്ഗ് ദോശയാണ്. നമ്മൾ ചപ്പാത്തിയുടെ മണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഈ ദോശയുടെ വയ്ക്കകത്ത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. കാരണം ഒരു ഇത്തിരി ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് എടുത്തറിയാതിരിക്കാനായിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുമ്പം ഒരിത്തിരി ടേസ്റ്റിൽ വേറൊരു വ്യത്യാസം വരുമല്ലേ. ഒത്തിരി മാസങ്ങളായി ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട്, നേരത്തെ ഇത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതങ്ങ് വേണ്ടാതെ ആയപ്പോഴാണ് പിന്നെ ചപ്പാത്തിക്കകത്താക്കിയത്. എങ്ങനെയും കൊടുത്താലും ഇവനിത് മുട്ടയുണ്ടോ അവനാകെ ഒരു ഇച്ചിരി വെജിറ്റബിൾസ് കൂടെ ഇട്ടാലും ഈ ക്യാപ്സിക്കമൊക്കെ ഇട്ടാലും കുറേ കൂടെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട്, വലിയതായിട്ടല്ല, ചെറിയ ചോപ്പ് ചെയ്ത് ഇടുവാണെങ്കിലും അപ്പോൾ കുറേ കൂടെ ഒരു ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ മുകളിൽ ഇച്ചിരി രണ്ടെണ്ണത്തിന് വേണ്ടിയുള്ള ആ ഒരു മുട്ടയിൽ 2 ദോശ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇച്ചിരി പച്ചമുളക് മല്ലിയിലയൊക്കെ ഇടുവാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റാണ്. മല്ലിയില എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്ക് കാണത്തില്ല. പക്ഷേ പച്ചമുളക് ഞാൻ ഇവനായതുകൊണ്ട് പച്ചമുളക് ചേർക്കാൻ ഞാൻ, അല്ലാതെ നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി പച്ചമുളക്, അല്ലെങ്കിൽ പച്ചമുളക് ഇങ്ങനെ എടുത്ത് മാറ്റി കഴിക്കുന്ന കൊച്ചുങ്ങളാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇവനായതുകൊണ്ട് അതൊക്കെ ചേർക്കുമ്പം ഒരു പ്രത്യേക ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് എടുത്തറിയത്തില്ല. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഇച്ചിരി അങ്ങോട്ട് ഓയിലൊക്കെ ഇച്ചിരി ഒന്ന് വിതറിയിട്ടുണ്ട്. അവനുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. ഇനിയും ബാക്കിയുള്ള മാവ്, ചമ്മന്തി ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കട്ടെ. പിന്നെ അടുക്കളയെല്ലാം ഒന്ന് ഈ പാത്രങ്ങളെല്ലാം കാലിയാക്കി അങ്ങോട്ട് വാഷ് ബേസിൻ അതിൻ്റെ അകത്തോട്ട് ഇടട്ടെ, സിങ്കിൻ്റെ അകത്തോട്ട്. എന്നിട്ട് അതെല്ലാം കഴുകാൻ. ഇനിയും റീസനെ കൊണ്ടുവിടേണ്ടിയതും എൻ്റെ ജോലിയാണ്. ഇന്ന് ആരുമില്ല, റീച്ചാനും പോയി, പോളും പോയി. അപ്പം പിന്നെ പാത്രങ്ങൾ എത്രയൊക്കെ ജോലി ചെയ്ത് വെക്കുമ്പോൾ അത്രയൊക്കെ അങ്ങ് അവന് ടിഫിനും കൊടുത്ത് അവനോട് ഒരുങ്ങാനും പറഞ്ഞ് പിന്നെ ബാക്കിയുള്ളതൊക്കെ അവനെ നമ്മൾ ചെന്ന് നോക്കണം. എന്നാലും എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വെച്ച്.
റീഷൻ മോനെ കൊണ്ടുവിടാൻ പോവാ. ഞാനാ വിട്ടേക്കുക. അവനെ കൊണ്ട് വിട്ടിട്ട് വന്നു. നീ തുണി വിരിക്കട്ടെ. ഭയങ്കര ചൂട് സഹിക്കാൻ വിളിച്ചു. വെള്ളം ഉണ്ട്. വന്നിട്ട് ചൂട് കാരണം ഫാൻ ഇട്ടേക്കും. അതാ ഈ സൗണ്ട്. അപ്പം പെട്ടെന്ന് അങ്ങനെ തുണികൾ വിരിക്കട്ടെ. ഇപ്പം അവനില്ലാത്തതുകൊണ്ടെല്ലാം എടുത്തും വിരിക്കണം. ഞാൻ ഇപ്പോൾ ഇവിടുത്തെയൊക്കെ അങ്ങ് വിരിച്ചിട്ട് സമയം കിട്ടുന്ന സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടപ്പത്ത് വെക്കത്തില്ലേ, ആ സമയം കൊണ്ട് അടപ്പത്തൊക്കെ വെച്ചിട്ട് പിന്നെ പോയി അങ്ങ് തുണി വിരിക്കും. അത് ഇച്ചിരി ഒന്ന് വേവാനൊക്കെ നമുക്ക് സമയം എടുക്കുമല്ലേ, അതനുസരിച്ച്. അപ്പോൾ ബാക്കി തുണികളൊക്കെ ഇനിയുണ്ട് കഴുകാൻ. അപ്പോൾ ഈ കഴുകിയത് ഡെയിലി നമ്മൾ കഴുകിയാലും കുറച്ചൊക്കെ തുണികൾ ഈ ചൂടാകുമ്പം ഞാനാണേലും ഡ്രസ്സ് ഡെയിലി 1, 2, 3 ഒക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഈ അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ നന്നായിട്ട് വിയർത്തൊഴുകി തുണി അങ്ങ് വല്ലാതെ അങ്ങ് വെള്ളമാകും. അപ്പം നമ്മൾ എങ്ങനെ എന്തെങ്കിലും മാറ്റിയല്ലേ ഒക്കത്തുള്ളൂ. മീൻ കൂടെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വാങ്ങിച്ച മീനുണ്ടല്ലോ, എന്നോട് ചിലർ പറഞ്ഞ് ഈതേച്ചി പാര എന്ന് പറഞ്ഞു, വറ്റ ആ മീൻ. പക്ഷെ എന്തു വന്നേലും നല്ല അടിപൊളി മീനായിരുന്നു, നല്ല പീസ് മീനായിരുന്നു. അപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ലേ, ഇവിടങ്ങളിലുള്ളവരൊക്കെ കൂടുതൽ ഒന്നുമൊക്കെ മിക്ക മീൻ്റെയും നല്ല ഇവിടങ്ങളിലുള്ളവരങ്ങനെ തൊലി കളയാറില്ല. ആ മീൻകാരി തള്ള പറഞ്ഞ് അത് കളയത്തില്ലെന്ന് തൊലി. പക്ഷേ എനിക്ക് നോക്കിയിട്ട് ഭയങ്കര കട്ടിയായിട്ട് തോന്നി. അതെനിക്ക് ആ തൊലി വെച്ചിട്ട് കറി വയ്ക്കാനൊരു വല്ലാതെ. അപ്പം ഞാനത് ഇന്ന് എത്ര സമയം 1.5 മണിക്കൂർ ഞാൻ ഇതിൻ്റെ പുറകെയായി. ഇങ്ങനെ പീസൊക്കെ ആക്കിയിട്ടേ നമ്മൾ തൊലി എടുത്ത് കളയുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അന്നേ ഞാൻ പറഞ്ഞില്ല കറി ആ മീൻ എടുക്കാനിരുന്നേ. പിന്നെ മാംസം ഇളകി പോകുമെന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഇത്തിരി ഐസോട് കൂടി ആകുമ്പോഴേ എന്തുവന്നാലും ഞാനത് തൂക്കി നോക്കിയ ഉടനെ മാംസം മാത്രം 1 കിലോ ഉണ്ടായിരുന്നു. പിന്നെ തലയും കൂടെ വെക്കുമ്പോൾ 1.5 കിലോ. ഞാനിപ്പോൾ ആ പീസുകൾ മാത്രം കറി വെച്ചു. 2 പ്രാവശ്യത്തേക്കിനുണ്ട്. പിന്നെ തലയും കുറച്ചല്ലാതെ കുറച്ചൊക്കെ ഇച്ചിരി ഈ തലയുടെ അവിടുത്തെ ഭാഗങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറ്റി വെച്ച് നല്ല പീസ് ഇന്ന് വെച്ച്. എന്നിട്ട് അത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പീസ് കണ്ടിട്ട് പിന്നെ ഞാനിങ്ങനെ വലിയ പീസായിരുന്നു. നിങ്ങൾക്കിത് വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുമോ അറിയത്തില്ല. അത് കട്ട് ചെയ്ത് വലിയ പീസായിപ്പോയി. അപ്പം ഞാൻ എന്തോ നമ്മുടെ നൈഫും അത്ര വലിയ നല്ല വാത്തലയുള്ള നൈഫല്ല. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഈ തള്ളവിരലിൻ്റെ അവിടെ ഉണ്ടല്ലേ ഒരു ചെറിയൊരു ഞൊണലല്ല, ആദ്യം ഒന്ന് ചൊറിഞ്ഞ് അത് പിന്നെ അങ്ങ് ഒരു ഞൊണൽ പോലായി. എനിക്ക് അതും ഒരു വാക്കല്ല, അങ്ങനെ പിടിച്ചങ്ങോട്ട് ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. തെന്നി പോവുക. ഒരു വിധത്തിൽ 1.5 മണിക്കൂർ ഇതിൻ്റെ പുറകെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വിഷമവും വരുമായിരുന്നു. അവിടെ വെച്ച് ഇത് മൊത്തത്തിൽ അവർ ആ തൊലി കളഞ്ഞ് തരുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിങ്ങനെ തൊലിയെടുത്ത് കളയാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാനത് നടുക്കൂടെ അതിൻ്റെ ആ നടുക്കത്തെ മീൻ മുള്ളിനുണ്ടല്ലേ, അങ്ങനെ സൈഡിൽ കൂടെ ഒന്നും വേറെ മുള്ളില്ല. പള്ളവശത്തൊരു ഇച്ചിരി കുഞ്ഞു മീൻ, അതെല്ലാ മീനും കാണുമല്ലേ, പള്ളവശത്ത് ഇച്ചിരി ചെറിയ മുള്ളുകൾ. അല്ലാതെ ആ നടുക്കുള്ള മീൻ ഞാൻ പറയില്ല വലിയ പീസായതുകൊണ്ട് അതിൽ മുളകും മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ ഒരു വിധത്തിലത് നടുക്കൂടെ കണ്ടിച്ചിട്ട് നല്ല കുറേ മാംസം ഉണ്ടായിരുന്നു. ഒരാൾക്കൊരു പീസ് മതി, നന്നായിട്ടത് കഴിക്കാനുണ്ട്. എന്നിട്ട് ഞാനിന്ന് വലിയ സന്തോഷത്തിൽ ഇരിക്കുമായിരുന്നു. റീച്ചാൻ വരുമ്പം കഴിക്കുന്നു. എന്നിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ് നല്ലയാ നമ്മളാ വാങ്ങിച്ച മീനാന്ന് പറഞ്ഞു. എന്നിട്ടും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇച്ചിരി കറുപ്പുണ്ടായിരുന്നു. സാധാരണ മീൻ്റെ അകത്ത് ഒരു ഇച്ചിരി എവിടെയെങ്കിലും ഒരു ഇത്തിരി വരുമല്ലേ, ആ എടുത്ത പീസിൻ്റെ അകത്ത് ഒരു ഇച്ചിരി കറുപ്പല്ല, ഈ ലിവറിൻ്റെ കറുപ്പല്ല, ഒരിച്ചിരി
അതും അത് എടുത്ത് മാറ്റി വെച്ചു. ഞാൻ എൻ്റെ റീച്ച ഇതൊന്നും അങ്ങനെ ആരും എടുത്ത് മാറ്റി വെക്കത്തില്ല, എൻ്റെ കൂടെ കഴിക്കുമ്പോൾ മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സാധനമായി ഈ റീച്ചാൻ. ഫ്രീസമ്മ സാധാരണ അയല മീനും എങ്ങാണാണെങ്കിൽ വേണ്ട എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എടാ കാണിച്ചിട്ടും പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് കൊണ്ടിട്ടിട്ട് കഴിച്ചിട്ട് എന്നോട് ചോദിക്കുക ഈ മീനിൻ്റെ പേരെന്തുവാ? ഞാൻ പറഞ്ഞു നിനക്ക് എത്ര മീനിൻ്റെ പേരറിയാം? ഇത് നല്ലതായിരുന്നു കേട്ടോ, കാരണം അടത്തി നല്ല പീസായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ആ നടുക്കത്തെ ആ വലിയ മുള്ളു മാത്രമേ ഉള്ളൂ. അതുപോലെ മീനും നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പം ഞങ്ങളന്ന് മാർക്കറ്റിൽ പോയടനെ അങ്ങനെ ഫ്രഷ് മീനൊന്നും അങ്ങനെ അധികം ഞങ്ങൾ കണ്ടില്ല, ഇങ്ങനെ ഐസ് ഇല്ലാത്തിട്ട് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. പക്ഷേ ഇതിനെ കണ്ടപ്പോഴേ നല്ല ഫ്രഷായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ, നമ്മൾ സാധാരണ മീൻ ഫ്രഷാണോ നോക്കുന്നത് അതിൻ്റെ ചെകിള ഇങ്ങനെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമല്ലോ, അപ്പം നല്ല ചോര കളർ ഇങ്ങനെ കൊഴുകൊഴാന്നൊക്കെ കാണുവാണെങ്കിൽ അത് ഫ്രഷാണെന്നാ. അപ്പം ആ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മനുഷ്യൻ ആ ചെകിള പൊക്കിയിട്ട് ആ ചെകിളയ്ക്കകത്ത് കളറ് തേക്കുന്നു. ഈ മനുഷ്യർ തന്നെയാണ് മനുഷ്യരെ കൊല്ലുന്നത്, ഓരോ കെമിക്കലൊക്കെ ചേർത്തേ. അവിടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒമനാൻറ്റി വാട്ടർ മെലൻ്റെ ഇത് പോയിസൺ ചേർക്കുന്ന ആ വീഡിയോ ഒരെണ്ണം അയച്ചു. എന്നാലും മനുഷ്യർ പോയി എത്ര കണ്ടാലും നമ്മളത് വീണ്ടും വാങ്ങിച്ച് കഴിക്കുവേ. നമ്മൾ തന്നെ നമുക്ക് ഓരോ രോഗങ്ങളും വരുത്തുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ നല്ല പച്ച മീനായതോ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റേതായ ഒരു രുചി ഉണ്ടായിരുന്നു. ചില മീനുകളുണ്ട് നമ്മൾ കാണുമ്പോൾ നല്ല ഇവർ ഈ ഐസ് വെക്കുന്നതുകൊണ്ട് നല്ല ഇതായിട്ടിരിക്കും. പക്ഷേ കറി വെക്കുന്ന ഉടനെ അതൊന്ന് ചൂടാകുമ്പോഴേ നമുക്ക് മീനെ കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ ആ കറി ആ മണം ഇങ്ങോട്ട് വരുമല്ലേ. ഇത് നല്ല അടിപൊളി മണവും ഇതുമായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. നമ്മുടെ പുതിയ ചട്ടിക്കകത്തൂടെ ആയതുകൊണ്ട് ആ കറുത്ത ചട്ടിക്കകത്ത് ചുമന്ന കളറ് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഈ സമയത്ത് ഈ മീനൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ വിലയ്ക്ക് മീൻ വാങ്ങിച്ചിട്ട് ഒരു നഷ്ടമില്ലായിരുന്നു, നല്ലതായിരുന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഈ വിലയ്ക്കൊന്നും കിട്ടത്തില്ല, ഇതിന് ഭയങ്കര വിലയുമാണ്. അപ്പം മീനൊക്കെ തിളച്ച് വറ്റി വന്ന് ഞാനിച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഒരു 10 മിനിറ്റായി ഞാൻ അത് അടച്ചിട്ടിട്ട്. ഇതിൻ്റെ അകത്ത് ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നോട് കഴിഞ്ഞ സൺഡേ റീച്ചാൻ ചോദിച്ചതാണ് കപ്പ വാങ്ങിക്കുന്നോ അങ്ങോട്ട് ആ സൈഡിൽ കൂടെ പോകണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങോട്ട് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കപ്പ വേവിച്ചത് അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ മീൻകറി കണ്ടോണ്ടേ ഇച്ചിരി കപ്പ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നിരുന്നു തോന്നുന്നു. ഇതിലൊക്കെ മൽബറിക്കാൻ നിൽപ്പുണ്ട്, പക്ഷേ പഴുത്തല്ല, കൊട്ട. ഇവിടെ എല്ലാം ഇഞ്ച. ഞാൻ ഇംപ്രഷനും പോൾമോനും കൂടെ വോക്ക് ചെയ്തിട്ട് പോൾമോനും കയറി. എന്നിട്ട് നമ്മൾ മൽബറിക്ക പിച്ചിക്കൊണ്ടോ. എന്തിയാ മൽബറിക്ക? ഒരെണ്ണം ജ്യൂസായിട്ടോണ്ടതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.